കാക്കയും പഠനം കാക്കയും കൊക്കോ കോഴിയും തിത്തിത്തൈ മുറ്റത്തു തർക്കമായി രണ്ടാളും തമ്മിൽ അടികൂടി എന്നാ അടികൂടുന്നത് കാക്കയും കൊക്കോ കോഴിയും തിത്തിത്തൈ മുറ്റത്തു തർക്കമായി. തർക്കം എന്താണെന്നറിയോ? ഞാനാണ് ഉണർന്നതിന്നാദ്യം കാക്കേ, ഹേയ് അല്ലല്ല, ഞാനാണ് ഉണർന്നതിന്നാദ്യം കോഴി. തർക്കാന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് ആവെന്ന് പറയില്ലേ അല്ലേ? ഞാൻ ഫസ്റ്റിലെത്തി ക്ലാസ്സിലെന്നും പറയില്ലേ? തർക്കാവുന്നല്ലോ. അപ്പോഴത്തെ കട വേറെ രംഗായി വന്നു. ബബ്ബബോ അതാരാണ്? ആ ബബ്ബബോ നായ ഇങ്ങോടിയെത്തി, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് ബബ്ബബോ. ഇവിടെ എന്താ തർക്കം? ആദ്യം ആരാന്നല്ലേ? ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് ബബ്ബബോ എന്നുള്ളതാ. അപ്പൊ ഇതൊക്കെ ഒരു ആവിഷ്കാരമാണ്. ലോകത്തെ നമ്മൾ കാണുന്ന ചുറ്റിലും കാണുന്ന കാര്യങ്ങളെ, മനുഷ്യരുടെ ജീവിതത്തെ, പല പ്രശ്നങ്ങളെ, അതല്ലാണ്ട് ആമയും മുയലും നമ്മൾ ഏടിയും പന്തയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ചില മുയലുണ്ട് വഴിക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുമ്പോൾ എന്തോ അനാസ്ഥ കാണിച്ചിട്ടുണ്ടാവും. നമ്മളൊപ്പം പഠിച്ച ആമയുണ്ടാവും വളരെ മുന്നിലെത്തിയിട്ടുണ്ടാവും. അന്നേരം ഒരു മനുഷ്യനുണ്ടാക്കിയ കഥയാണ്. കഥകൾ കൊണ്ടും കവിതകൾ കൊണ്ടുമാണ് ലോകം നിലനിൽക്കുന്നത് തന്നെ. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മളെല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിദ്യാരംഗത്തിൻ്റെ ജില്ലാ പ്രതിനിധി കൂടിയായിട്ടുള്ള ശ്രീ KP രാമചന്ദ്രൻ മാസ്റ്റർ മമ്പറത്തിനുള്ള ഒരു ആദരവാണ്. സംസ്ഥാനതല ചെറുകഥാ മത്സരത്തിൽ പ്രഥമ പ്രതിഭാ പുരസ്കാരം നേടിയ കരിയാറ് കുന്നിൻ്റെ കഥ, ഒരു നാടിൻ്റെ സ്വത്വാവിഷ്കരണം നടത്തിയ കഥയാണ്. 2 അവാർഡുകൾ നമ്മുടെ സബ് ജില്ലയുടെ അഭിമാനമായിട്ടുള്ള രാമേന്ദ്രൻ മാസ്റ്ററുടെ ഈ കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കരിയാറ് കുന്നിൻ്റെ കഥ, കോണുകളും ചതുരങ്ങളും എന്ന കവിതാ സമാഹാരം, വിപരീതങ്ങളുടെ സദൃശമുഖങ്ങൾ എന്ന വേറൊരു കവിതാ സമാഹാരം, കലോത്സവ നാടകങ്ങൾ ഉൾപ്പെടുത്തിയ അരങ്ങ് പറയുന്നു എന്ന ഒരു നാടക സമാഹാരം, അങ്ങനെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച വിദ്യാരംഗത്തിൻ്റെയും ഈ സബ് ജില്ലയുടെയും അഭിമാനമാണ് രാമേന്ദ്രൻ മാസ്റ്റർ. രാമേന്ദ്രൻ മാസ്റ്റർക്ക് വിദ്യാരംഗം തലശ്ശേരി നോർത്ത് നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാസ്റ്ററെയും ക്ഷണിക്കുന്നു. ഔപചാരികത ആവശ്യമില്ല. പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടി വിശദീകരണമാണ്. ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ ധന്യമായ ഒരു മുഹൂർത്തത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പദ്ധതി വിശദീകരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കാര്യപരിപാടിയല്ല. ഇവിടെ വിദ്യാരംഗം എങ്ങനെയെന്നുള്ളൊരു ചെറിയ സൂചന മാത്രം ഇവിടെ ഞാൻ നൽകുകയാണ്. കുട്ടികളെ വായനയെയും അതുപോലെ എഴുത്തിൻ്റെയും ലോകത്തേക്ക് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഓരോ സ്കൂളുകളും ആ പ്രതിഭകളായ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഉപജില്ലയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലുള്ള ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന
മാനുഷിക മൂല്യമുള്ള എല്ലാ അധ്യാപകർക്കും സാധിക്കണം എന്നാണ് എനിക്ക് ഇവിടെ ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ശില്പശാല ഇന്നലെ കണ്ണൂരിൽ നടന്നിരുന്നു. അപ്പോൾ അവിടെ നടത്തിയ ബഹുമാനപ്പെട്ട DDE ഉപജില്ലാ ഡയറക്ടർ അടക്കം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, വിദ്യാരംഗം എന്ന് പറയുന്നത് വെറും ഒരു പ്രവർത്തന ഉദ്ഘാടനത്തിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ LP തലം അതുപോലെ UP ഹൈസ്കൂൾ തലത്തിലായിട്ട് 3 വിഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ജൂൺ മാസം തൊട്ട് അവസാനിക്കുന്ന മാർച്ച് വരെയുള്ള തുടർ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കണമെന്നാണ് ഇതിന് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ LP തലത്തിൽ നമുക്ക് സർഗോത്സവങ്ങൾ നടത്താറുണ്ട്, അതുപോലെ UP തലത്തിലും അതുപോലെ ഇപ്പം കഴിഞ്ഞ വാങ്മയം പോലുള്ള പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള ഒന്നാണ്. ഇപ്പം നേരത്തെ ഉദ്ഘാടനം ഇവിടെ ശ്രീ മാധവൻ പുറച്ചേരി മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളതാണ്. ഇവിടെ ഏറ്റവും നമുക്ക് അഭിമാനകരമായി തോന്നുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു അറിയപ്പെടുന്ന കവിയാണ്. ആനുകാലികങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളും സാഹിത്യ കൃതികളും ഒക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. അദ്ദേഹം നിങ്ങൾ കഥ പറഞ്ഞതല്ലേ കൂട്ടുകാരെ? ആ കഥയിലൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് നമ്മുടെ മനുഷ്യനെ ഒരു നല്ല യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കാൻ, പ്രതിഭയുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സഹായകരമാകുന്ന ഒരുപാട് അദ്ദേഹം നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ വചസ്സുകൾ കേട്ട് നിങ്ങൾക്ക് അതറിയാമായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകൾ തന്നെ ഉദാഹരണമാണ്. അതുപോലെ മണ്ണിനെയും അതുപോലെ നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ, അതിലേക്ക് നമ്മൾ വായനക്കായി നമ്മുടെ കൂട്ടുകാർ അതിലേക്ക് കടന്നു ചെല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസിയുടെ മൊഴികൾ എന്ന് പറയപ്പെടുന്ന ഒരു കൃതിയിലൂടെ 1990 മുതൽ മാധവൻ പുറച്ചേരി സാർ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിൻ കില്ലർ പോലുള്ള കവിത സമാഹാരങ്ങൾ 2006 എഴുതിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഒരു യക്ഷൻ 2019 എഴുതിയിട്ടുള്ള ഒരുപാട് രചനകളുണ്ട്. അതിൽ ഉച്ചിര എന്ന് പറയപ്പെടുന്ന ഒരു കാവ്യം ഇന്ന് മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവിത സമാഹാരമാണ് ശ്രീ മാധവൻ പുറച്ചേരി. അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ നമ്മൾ വായിക്കണം. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുക. നമ്മൾ ഉച്ചിര എന്ന് പറയുന്ന കാവ്യത്തിന് നമ്മുടെ നാട് തന്നെ ഒരു വലിയൊരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ശ്രീ വേങ്ങാട്, നമ്മുടെ വേങ്ങാട് മുകുന്ദൻ എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലൊരു എഴുത്തുകാരൻ്റെ സ്മരണയ്ക്കുള്ളൊരു പുരസ്കാരം അദ്ദേഹത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവർക്കും ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ സ്മരണയ്ക്കുള്ള ഒരു പുരസ്കാരം ഈ വർഷം കിട്ടിയത് നമ്മുടെ മാധവൻ പുറച്ചേരി എന്നറിയപ്പെടുന്ന കവിക്കാണ്. അതുപോലെ തന്നെ ഉദ്ഘാടകൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ കഴിവുകളെ പൊതുജനമധ്യത്തിലേക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ്.